രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ വിവാഹപൂർവ രാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ വിവാഹപൂർവ രാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ മനോഹരാംഗികളെ നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമി പൂവു തരാം. 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ വിവാഹപൂർവ രാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ. വാസര സ്വപ്ന ചിറകുകൾ നൽകിയ വസന്തദൂതികളെ വിരുന്നുകാരികളെ നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. നിങ്ങളുടെ സ്വർണ്ണ തളികയിൽ നിന്നൊരു സംഗമദീപമെനിക്കു തരൂ. ഈ പൂ ഇത്തിരി പൂ പകരമി പൂവു തരാം. 7 സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ വിവാഹപൂർവ രാത്രികൾ ഇനി 7 സുന്ദര രാത്രികൾ. നല്ല സെറ്റും ഉണ്ടാക്കി കൊടുത്ത് നല്ല ഐശ്വര്യമൊക്കെ ആയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. എങ്ങനെ തോന്നി പാടിയിട്ട് ഈ പാട്ട്? നന്നായി പാടി. നന്നായി പാടി. കുഴപ്പമില്ല സൗണ്ട് എവിടെ നിന്റെ? കുഴപ്പമില്ല. ആ ഇപ്പോഴാണ് കേട്ടത്. ഓക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ എന്റെ അനുഷ്ക കുട്ടി എന്താ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ടെൽമി. ഒരു സംഗതി ഒന്നല്ല 2-3 സംഗതികൾ അവിടെ ഇവിടെ പോയി. അത് മനസ്സിലാക്കിയാൽ തനിയെ തന്നെ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ബട്ട് ഐ ലവ് യുവർ വോയിസ് ടെക്സ്ചർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. കേട്ടാ ഈ ഒരു ഏജിൽ തന്നെ ആ ഒരു വോയിസ് ദാറ്റ് ഇസ് ഗുഡ്. ബട്ട് പെർഫെക്ഷൻ വേണം, അതുണ്ടായി പറ്റും. കേട്ടാ ഉണ്ടാക്കിയെടുക്കണം. ഒരുപാടടുത്ത് ഈ പൂ ഇത്തിരി പൂ എല്ലായിടത്തും ആ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. വസന്തദൂതികളെ നിങ്ങളുടെ സ്വർണ്ണ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നില്ല. പറയണോ വേണ്ട അല്ലേ? അപ്പോൾ ഒന്നുകൂടി ഒന്ന് പെർഫെക്ഷൻ വിളക്കി ശരിയാക്കി എടുക്കും കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ചേച്ചി അനുഷ്ക കുട്ടി എന്താ? എനിക്ക് ആക്ച്വലി ആഡ് ലിപ്പ് ഭയങ്കര ഇഷ്ടമായി. നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് പാടിയത്.
ഭയങ്കര സ്വീറ്റായിട്ടാണ് പാടിയത്. അത് വേണുചേട്ടൻ പറഞ്ഞ പോലെ മോളുടെ വോയിസ് സൂപ്പറാണ്. താങ്ക് യു മാം. ഈ പാട്ടിനും ഭയങ്കര മാച്ചിങ് ആയിരുന്നു. മൊത്തം സ്റ്റാർട്ടിങ് ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ എവിടേക്കോ സ്ലിപ്പ് പറ്റിയപ്പോൾ മോൾക്ക് തന്നെ ഒരു ഫീലിംഗ്, അയ്യോ ഫീലിംഗ് വന്നു. അത് അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ പോയി. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം കൂടെ കുറച്ച് സ്ലിപ്പ്. പക്ഷെ അത് ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ലൈവ് പാടല്ലേ, ആൻഡ് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ പാടുമ്പോൾ കുഞ്ഞു കാര്യങ്ങൾ പറ്റും. പക്ഷെ അത് പിന്നീട് അതൊരിക്കലും ബാക്കിയൊന്നും കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ അത് കീപ്പപ്പ് ചെയ്യാം. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, കൂടുതൽ ശരത് സാർ പറയും. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേച്ചി. ഓക്കെ, ശരത് സാർ. മകളെ എന്താ? അനിഷ്കേ, അനുഷ്ക. പാറു വിളിച്ച അനിഷ്ക എന്നാ. ഞാൻ അതുകൊണ്ടാ ഞാൻ അനുഷ്ക എന്നാ വിളിച്ചത്. ഇത് ടെലികാസ്റ്റ് കാണണം പാറു. ഇത് ഞാൻ ഇവിടെ അടിച്ചു അവിടെ വരെ പറയുന്നു. എത്തുമ്പോ വേറെ കേൾക്കുന്നതായിരിക്കും. അങ്ങനെ വരരുത്. അപ്പൊ ടെലികാസ്റ്റ് ചെയ്യുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ നാട്ടുകാർ കേൾക്കുന്നത്. ചുമ്മാതിരിക്കി അനിഷ്ക എന്ന് പറഞ്ഞു. അനുഷ്ക ഇഷ്ടാന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ കറക്റ്റാ. അല്ല, നേരത്തെ ഞാൻ അനുഷ്ക എന്നാ വിളിച്ചേ. ഓക്കെ, അതെന്തോ അനുഷ്ക എന്താ? അനുഷ്ക അനുഷ്ക എന്താ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മക്കളെ, എന്താ? നല്ല എന്ത് തങ്കപ്പെട്ട പാട്ടാടാ. ഓ, ഇതിനും പാട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ മക്കൾക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് ചുരുക്കി പറയാം. വളരെ ചുരുക്കി, മോടത്രേ മതി അത്. ഉറക്കെ പറയണം. ആ, കുറച്ച് സംഗതികള് സ്ലിപ്പായി. അതാ പ്രധാനമായിട്ടുള്ള സംഗതികൾ അങ്ങ് കയ്യിൽ നിന്ന് പോയത്. അതെന്താ പറ്റിയ മോക്ക്? അത് ഇവിടെ തെറ്റിയാ. ഞാൻ വിചാരിച്ച അവിടെങ്കിലും മോള് കറക്റ്റായിട്ട് പാടും. ചലനത്തിലും അതുകൊണ്ടിട്ട് കയ്യിൽ നിന്ന് പോയി. അവിടെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നതാ, പക്ഷെ സ്ലിപ്പായി പോയി. ആ, അല്ല, ഓവർ നമ്മൾ ടെൻഷനായാൽ തന്നെ വരത്തില്ല മോളെ. നമുക്ക് ചിലപ്പോൾ തോന്നും ആ ഒരു സംഗതി അത് ഇച്ചിരി പാടാണല്ലോ. ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ മോളെ ആ ഒരു വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നത് ഞാൻ അറിയുന്നു. കൃത്യമായിട്ട് അത് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അവർ കൂളായിട്ടിരിക്കുക കേട്ടോ മോളെ. വരാൻ പോകുന്ന എന്തോ ഒരു ഐറ്റത്തിനോട് ഇപ്പോഴേ പേടിച്ചിട്ട് കരഞ്ഞൊക്കെ പറയാം. എന്തിനാ അത്? വരുമ്പം കാണാം, അത്രേ ഉള്ളൂ. അതങ്ങ് വരുമ്പോൾ അങ്ങ് വന്നോളും മോളെ. കൂളായിട്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ആ വിവാഹ അതൊന്ന് ആ വികാര തരളിത അതൊന്ന് പാടാമോ മോളെ? വികാര തരളിത ഗാത്രികൾ വിവാഹ മക്കളെ, അത് വിവാഹ അല്ലെ വിവാഹ എന്ന് പാടണം. ഇത് രണ്ടും അല്ലാതെ വിവാഹത്തിൻ്റെ ഒരു തളർച്ച. അതെ, ചെക്കൻ ഓടിപ്പോയോ? അല്ല, എന്തെങ്കിലും കരച്ചിൽ പോലെ ആയിപ്പോയത്. ഒന്നിൽ വിവാഹ എന്ന് വിവാഹ, അത് രണ്ടിലേതെങ്കിലും ഒന്ന് പാടും. തരളിത ഗാത്രികൾ വിവാഹ അത് ഓക്കെ മോളെ. അത് കുറച്ചും കൂടെ ശരിയായിക്കോണം കേട്ടോ. മലയാള കന്യകളെ, അതൊന്ന് കറക്റ്റ് ആക്കാമോ? അതൊരു ക്ലാരിറ്റി വേണം മോളെ കേട്ടോ. പിന്നെ നിങ്ങളുടെ പവിഴ മോളെ, ആ പവിഴ അങ്ങനെ പവിഴാന്നാക്കി അതിന്റെ പവിഴത്തിന്റെ ഒരു ബ്യൂട്ടി അങ്ങ് പോവും. പവിഴ ആ മതി, അത്ര. അതൊരു പവിഴ, അത് പേടിയാവുന്നു പവിഴ എന്ന് കേൾക്കുമ്പോൾ. അപ്പൊ അത് ക്യൂട്ടായിട്ട് നിങ്ങളുടെ പവിഴ, നിങ്ങളുടെ പവിഴ മോള് പറയുമ്പോ എന്ത് സുഖമുണ്ട് ആ പവിഴം കേൾക്കാൻ. പാടുമ്പോ പവിഴ ഓ നാക്കണ്ടെന്ന്. മക്കളത് പാടാമോ? ഇപ്പൊ എന്ത് സെക്കൻഡ് പാടിയ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. ഒന്നും കൂടെ ഒന്ന് അഴകാക്ക പവിഴത്തിന്. ആ, അത് വരട്ടെ. ആ അത് വല്ലാണ്ട് ഓപ്പൺ ആക്കണ്ട മോളെ. അതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പൂ, എന്താണ് ഈ പൂ ഇഷ്ടമല്ലാത്തത്? ഏതായിരുന്നു ആ പൂ? റോസായാണോ മുല്ലയാണോ? മക്കളെ, അതൊന്ന് പാടാമോ? ഈ പൂ വൃത്തിയായിട്ട് നല്ല ഐശ്വര്യമായിട്ട്. ആ, ഒന്നും കൂടെ ക്ലാരിറ്റി വരാം മോളെ. ആ ഇച്ചിരി ഷാർപ്പാണ്, പക്ഷെ വൃത്തിയായിട്ടാ പാടിയ മോള്. ഇച്ചിരി ശ്രുതി ഷാർപ്പായിരുന്നു കേട്ടോ. ആ, അത് കഴിഞ്ഞിട്ട് പിന്നെ 7 സുന്ദരരാത്രിയിൽ അത്ര ശ്രുതിയിൽ അങ്ങോട്ട് ചേർന്നിട്ടില്ല മോളെ, ആ ഒരു തുണ്ട് പല്ലവി. മക്കളെ, അതുപോലെ ഇതൊക്കെ തന്നെ നിങ്ങളുടെ
പാടാമോ? നമുക്കത് പാടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കണ്ടേ? നിങ്ങളുടെ സ്വർണ്ണ സ്വർണ്ണ ഒന്നുകൂടെ മോളെ, സ്വർണ്ണ സ്വർണ്ണ ഒന്നുകൂടെ. സ്വർണ്ണ ഇപ്പൊ ഷാർപ്പാണ്. സ്വർണ്ണ ഒന്നുകൂടെ കറക്റ്റ് ആക്കാമോ മക്കളെ? നിങ്ങളുടെ സ്വർണ്ണ ആ ഒന്നും കൂടെ ക്ലിയർ ആവാം മോളെ. സ്വർണ്ണ സ്വർണ്ണ ആ ആ അത് ഇങ്ങനെ വാവനും സംക്രാന്തിക്കും അല്ല വരേണ്ടത്, എപ്പോൾ പാടിയാലും വരണം അത്, കേട്ടോ മക്കളെ. കാര്യം സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില? ഇപ്പം 8000 രൂപ എങ്ങാണ്ട് ഒരു ഗ്രാമിന്. വെരി ബാഡ്, കേട്ടോ മോളെ. അത്രേ ഉള്ളൂ മക്കളെ, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് മോളെ കൊണ്ട് ഇത് ബ്യൂട്ടിഫുള്ളായിട്ട് കുറേയും കൂടെ അസാധ്യമായിട്ട് പാടാമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കുഞ്ഞിന് ദൈവം അനുഗ്രഹിച്ചൊരു ബ്യൂട്ടിഫുൾ ശബ്ദമുണ്ട്. എന്ത് രസമാണ് നീ പറയുന്നതും ഒക്കെ കേൾക്കാനും. ഞാനിത് കുറേ മക്കളെ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് കുറേയും കൂടെ മോക്കിത് ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നിയത്. ഇപ്പോൾ പാടുമ്പോൾ ഈ ഒരു പെർഫെക്ഷനോടെ മോൾ ആ നന്നായിട്ട് തന്നെ പാടിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഞങ്ങൾ എണീറ്റ് നിന്ന് കൈയടിച്ച, അതിന് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ മക്കൾക്ക് ഈ പേടിയും ഇതൊക്കെ കൊണ്ട് ഇത് പറ്റൂടാ, മനുഷ്യരല്ല നമ്മൾ, പോട്ടെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇനി അടുത്ത ഇങ്ങനെ പാട്ടിറങ്ങി ഈ ടെൻഷൻ ആവരുത്, കൂളായിട്ട് നിന്ന് പാടുക, കേട്ടോ മക്കളെ. ബി കൂൾ. ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് മക്കളെ. ടെൻഷൻ അടിച്ച് നമ്മൾ ഇതാവാനുള്ളതല്ല. സന്തോഷമായിട്ടിരിക്കുക. നമുക്കിപ്പോൾ ഇപ്പോൾ വേണിച്ചേട്ടൻ്റെ മുഖത്ത് നോക്കാം മോള്, എത്രമാത്രം ടെൻഷൻ പേറുന്ന ഒരു തലയാണെന്നറിയാതെ, എന്നിട്ട് അതിനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആണോ വേണിച്ചേട്ടാ? പിന്നെ സത്യമായിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്നെ നോക്ക്. ആരെങ്കിലും പറയുമോ കുറേ ടെൻഷൻ ഉണ്ടെന്ന്? എനിക്കുണ്ട്, കുറേ ടെൻഷൻസ് ഉണ്ട് മക്കളെ. അതൊന്നും നമ്മൾ അതൊക്കെ ദൂരെ കളയും, അല്ല ജീവിക്കാൻ പറ്റത്തില്ല. നിത്യമാവിനെ നോക്കൂ, ഒരു ടെൻഷനും ഇല്ല, അതിൻ്റെ ആ മുഖത്തുണ്ട്. അതെന്താ നിങ്ങൾക്കൊക്കെ ടെൻഷനും അല്ല, അതിനില്ല. ചേച്ചിക്ക് ടെൻഷൻ ഇല്ലാത്തതും? നിത്യക്ക് സത്യാവസ്ഥ ടെൻഷനൊന്നുമില്ല. ആർക്കും അറിയില്ല. ആരെ അറിയിക്കണ്ട ചേച്ചി, നമ്മള് ആരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. ബോധിയല്ലടാ, ബോധി- ബോധി. ബോധിയല്ല, ബോധി. ബോധിപ്പിക്കണ്ടേ? ബോ അല്ലെന്ന്, ബോ വെറും ബാ. ബാബാ ബ്ലാക്ക് ഷീപ്പ്, ബാബാ. ബോധിപ്പിക്കണ്ടേ? ആ ബോധി. ബോധി. ആ ആ ബോധി വൃക്ഷം. ആ ആ അതൊക്കെ പഠിച്ചു വെക്കുക ചക്കരെ. അതെങ്ങനെ മക്കളെ? അനുഷ്ക, അനുഷ്ക ആ സോറി അനുഷ്ക. മക്കളെ അത് കുറേയും കൂടെ നന്നാക്കാരുന്നടാ മുത്തേ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് കേട്ടോ. കാര്യം നല്ല പാട്ടുകാരിയാണ് നീ, അതിലൊരു ഡൗട്ടും ഇല്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കെ, ഇനി മാക്സ് ചോദിക്കാം. വേണിച്ചേട്ടാ? മോളെ അനുഷ്ക 8. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു വേണിച്ചേട്ടാ. ശരത് സർ? മക്കളെ എന്താ? 8.2. താങ്ക് യു സർ. ചേച്ചി? ആ ഓക്കെ, സോ ടോട്ടൽ 16.2. Ni pa maga sa sa